ഈ പെരുന്നാളിന് വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു പ്ലാനായിരുന്നു എങ്ങോട്ടെങ്കിലും പോകാമെന്ന്. അങ്ങനെ കോഴിക്കോടേക്ക് പോകാനാണ് തീരുമാനിച്ചത്. സാധാരണ പോകൽ കോഴിക്കോട് നോർമൽ ബീച്ചിലേക്കാണ്, പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നത് ബേപ്പൂർക്കാണ് കേട്ടോ. അങ്ങനെ ബേപ്പൂർക്ക് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലും പിന്നെ താത്താൻ്റെ കാറിലും അവരും അങ്ങനെ 2 വണ്ടിയിലാണ് ഞങ്ങൾ പോയത്. പമ്പിൽ 2 പേരും ഒരുമിച്ച് കയറിയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എണ്ണയൊക്കെ അടിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. ചെറിയൊരു ട്രിപ്പാണ്, പെട്ടെന്നുണ്ടായതാണ്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നുണ്ടായ ട്രിപ്പേ പോകുള്ളൂ. ഒരുപാട് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് ലാസ്റ്റ് ചിലപ്പോൾ അത് പോകലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം കോഴിക്കോട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഫറൂഖ് പാലാണ് തോന്നുന്നുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ബേപ്പൂർ വണ്ടി ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു ജ്വല്ലറിൻ്റെ പുതിയതായിട്ട് തുടങ്ങുന്ന ജ്വല്ലറിൻ്റെ പരസ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കി നിന്നിട്ട് ഞങ്ങൾ ബേപ്പൂർ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് വണ്ടി പോവില്ല, അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ എടുത്തിട്ടും ഒക്കെ അങ്ങനെ നടന്ന് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിപ്പാടി ഞങ്ങൾ കണ്ടത് ഇതാണ്, ഒരു തോണിയുടെ പുറത്ത് നിറച്ച് നമ്മുടെ എരുന്തൊക്കെ അല്ലേ, കല്ലുമ്മക്കായല്ലേ, അതുണ്ട് ഉണ്ടായിട്ട് ഒന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതൊക്കെ നോക്കി നിന്ന് പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിന് കയറാൻ നിൽക്കുകയാണ്. ഒരുപാട് ബോട്ടുണ്ട്, ദൂരേക്കായിട്ട് കുറേ ബോട്ട് കാണുന്നുണ്ട്. ഞങ്ങൾ കയറാൻ പോകുന്നത് ഇവിടെ ഈ ഭാഗത്ത് ഈ ഒരു ബോട്ടിലാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിൽ കയറി. കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. അപ്പോൾ അങ്ങനെ ബോട്ടിൽ കയറിയിട്ട് നല്ല രസമായിരുന്നു, നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ അരമണിക്കൂറോളം ഉണ്ട് ഈ ഒരു യാത്ര ബോട്ടിൽ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ബോട്ടിൽ യാത്ര ചെയ്തു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത്. ഇവർക്കൊക്കെ ഒരു അത്ഭുതമായിരുന്നു, ഇവരൊക്കെ ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടായിരുന്നു യാത്ര. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ബോട്ട് യാത്ര തുടർന്ന് ഇതിൻ്റെ ലാസ്റ്റായിട്ട് നമ്മൾ ഡോൾഫിൻ ചാടുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഡോൾഫിന് നമ്മളെ ഇതിൻ്റെ ഈ ഒരു ബേപ്പൂരിൽ വന്നാൽ അധികം ആൾക്കാർ നിൽക്കുന്നത് ആ ഡോൾഫിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ ഇതിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ നടക്കുന്നതിനിടയിൽ കണ്ടതാണ് ഈ ഒരു ആടിനെ. പ്രസവിക്കാനായിട്ടുണ്ട്, പാവം തോന്നി കണ്ടപ്പോൾ. ഒരുപാട് ആൾക്കാരൊക്കെ തിന്നാനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ പോകാറായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സൂര്യനിലേക്ക് ഒരു റോക്കറ്റും അതാ പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു സൂര്യനിലേക്ക് വിട്ട റോക്കറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അതും നോക്കി കുറച്ച് ടൈം അങ്ങനെ നിന്ന്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചക്ര ഷൂ ഉണ്ട്, കുട്ടികളിങ്ങനെ പോകുന്നത് അതും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ സൂര്യനും ചന്ദ്രനും മുഖാമുഖം നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണിത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ ഈ ഒരു ബേപ്പൂർ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും ഭംഗിയുണ്ടോയെന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. സാധാ കോഴിക്കോട് ബീച്ചിലാണ് പോവാറ്. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം സൂര്യാസ്തമയം നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി തിരിച്ചു പോരണോ അതോ അതിൻ്റെ അറ്റത്തേക്ക് നടന്ന് പോകണോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ഡോൾഫിനെ കാണാമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ അങ്ങോട്ട് പോകണത് കണ്ടത്. അപ്പോൾ എന്തായാലും ഇതുവരെ വന്നതല്ലേ, ഡോൾഫിനും കൂടെ കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് നീങ്ങി. ഇപ്പം ഞങ്ങൾ ആ നടപ്പാതയുടെ അറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഡോൾഫിനെ കണ്ടു എന്ന് വിചാരിക്കുന്നു. 1-2 എണ്ണ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്യാമറയിൽ എടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ എന്തായാലും കോഴിക്കോട് വരികയാണെങ്കിൽ ഈ ഒരു സ്പോട്ടിലേക്ക് വരാൻ മറക്കരുത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ. അപ്പോൾ ഇരുട്ടാണ് വരെ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. പോയപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു.
മസാല കാടമുട്ടയും ചായയാണ് കുടിച്ചത്. പിന്നെ വീട്ടിൽ നമ്മൾ തേങ്ങാച്ചോറും ബീഫൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.